ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ലീവായതുകൊണ്ട് ഞങ്ങൾ ഓലയൊക്കെ വെട്ടിയിട്ട് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ 3 പേരും കൂടി, ഞാനും ലയയും റിയയും കൂടി ഉണ്ട്. അപ്പോൾ ചൂല് ചെയ്യാനുള്ള ഓലയൊക്കെ ഞാൻ വെട്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ടാക്കിയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ഇത്തിരി വേഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ വേഗം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല വെയിലും ചൂടൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ, പക്ഷേ നല്ല വെയിലാണ്. പ്രത്യേകിച്ച് പാലക്കാടായതുകൊണ്ട് പറയേണ്ടതില്ല, അത്രയ്ക്ക് ചൂടും വെയിലുമാണ്. ഒരു 5-6 മണി വരെ ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് നിറയെ ഓലയുണ്ട് കേട്ടോ, നമ്മുടെ തെങ്ങിന്ന് തന്നെ വീണതാണ്. അതൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് കെട്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെയും കൂടി കൂട്ടുകയാണെങ്കിൽ അവരും കൂടി ചെയ്യിത്തരും. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ വാങ്ങി വെച്ച് നട്ട മുളക് തൈയാണ് കേട്ടോ. ഇവിടെ പന്നി വന്നിട്ടെല്ലാം നാശമാക്കി കളഞ്ഞു. പിന്നെ ഞാനതിന് റെഡിയാക്കി ഇപ്പോൾ അത് പൂവിട്ടിട്ടുണ്ട്. വെള്ളക്കാന്താരിയാണ് കേട്ടോ, നിറയെ പൂവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പന്നിയൊന്നും വരുന്നില്ല. അതൊക്കെ എൻ്റെ പപ്പ നട്ടതാണ്. പിന്നെ ഇവിടെ കുറേ ചീര നട്ടിട്ടുണ്ട്, മത്തൻ നട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി അതിൻ്റെ ചുറ്റും ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കണം. അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതാ ചീരയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ പയറുണ്ട്. ഈ സൈഡിൽ കുറച്ച് വഴുതനങ്ങ നട്ടിട്ടുണ്ട്. വഴുതനങ്ങയല്ല, വെണ്ടയ്ക്ക. അതും പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആയി വരുന്നുണ്ട്. അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കൂട്ടി കൊടുക്കണം. ഇതൊരു ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ, അതും റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് പണിക്കാരൊക്കെ ഇതിലേ പോയി എല്ലാം ചവിട്ടി പീച്ചി ആകെ നാശാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചോടൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. പിന്നെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. ഇത്രയും നാൾ നല്ല തിരക്കായിരുന്നു, എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീടിൻ്റെ പണികളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കും, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടാവില്ല. അപ്പം എഡിറ്റ് ചെയ്യാനാണല്ലോ കുറേ സമയം വേണ്ടിയത്. അപ്പോൾ വീഡിയോ ഒക്കെ കുറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒഴിവ് സമയം പോലെ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ എല്ലാത്തിൻ്റെയും ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കും. ചോടൊക്കെ മണ്ണൊക്കെ കൂട്ടി കൊടുത്തിട്ട് കുറേ നാളായി, സമയം കിട്ടാറേ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ എപ്പോഴേ റെഡിയായി വരേണ്ടതാണ്. കുറേ നാളായി നട്ടിട്ട് അതങ്ങനെ മുരടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പച്ചമുളകാണ്, ഇതിലൊക്കെ പൂവിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായിട്ട് നോക്കിയെടുക്കണം എന്നാണ്. കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ആ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഓല ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ഓലയുണ്ട്. അപ്പോൾ അവരൊക്കെ ആദ്യമായിട്ട് ചെയ്യുവാണ്, അവർക്കങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അവരും കൂടി നിന്നിട്ട് അത് പെട്ടെന്ന് ചെയ്യെടുക്കാൻ വേണ്ടിയിട്ടാണ്. വെയിലുണ്ട് കേട്ടോ, ഇത്തിരി കൂടി ഇരുന്നാൽ ഇവിടെ നല്ല വെയിലായിരിക്കും. ഇപ്പം കുറച്ച് കുറവുണ്ട്.
കഴിഞ്ഞു. അപ്പോൾ തന്നെ ഒരു 12:30 ആയിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുക്കളയൊക്കെ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. പണിയാണ് കേട്ടോ, ആദ്യമേ പണിതതാണ്. അവിടെയൊക്കെ പണിയാണ്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഹാളിൽ വന്നിട്ട് നിലത്തിരുന്നിട്ട് ചോറ് തന്നെയാണ്. 12:30 ആയിട്ടോ. നല്ല വിശപ്പായതുകൊണ്ട് വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും 2024 നല്ലൊരു വർഷമായി തീരട്ടെ. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും സമ്പൽ സമൃദ്ധിയും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.